ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ എനിക്കിവിടെ റാഹത്താണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ സൺഡേ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഒരു ഫ്രണ്ട് നമ്മളോട് തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായ ഒരു ഫ്രണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തരിക്കഞ്ഞി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് വെള്ളം, അതിലോട്ട് ഒരു കയ്യിൽ റവ, പിന്നെ ഒരു കയ്യിൽ സേമിയൻ, ഇത് രണ്ടും കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ആവശ്യത്തിനൊരു പിഞ്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ചേർക്കാവണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് അത് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തീയിലിട്ടുങ്ങാണ്ട് ഇത് വേവിച്ചെടുക്കുക. ഇതുപോലെ ഔട്ട് വെന്ത് വരുമ്പോൾ കുറുകി വരുമ്പോൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നതാണ് മിൽക്ക്, പാൽ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ പാലാണ് ആഡ് ചെയ്തത്. ഇതിന് പകരം തേങ്ങാപ്പാലാണ് നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഏലക്കായ് പൊടിച്ച പൊടി 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്, ഏറ്റവും ഉത്തമം. കാരണം ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാണ് ഭയങ്കര ടേസ്റ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഉള്ളവർ തേങ്ങാപ്പാലിൽ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നെയ്യിൽ ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുത്ത് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ മലപ്പുറം മലപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളിവിടെ തയ്യാറാക്കുന്ന രീതിയിലാട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കണമല്ലുണ്ടാവും. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അവിടുത്തെ രീതി ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ കമൻ്റ് ഇട്ട ആൾക്ക് സന്തോഷമായി എന്ന് കരുതുന്നു. ദേവയാനു വ്ളോഗോ ആണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ കമൻ്റ് ഇട്ട് ദേവയാനു വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയുകൊണ്ട്. ഇയാൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകം ഈ വീഡിയോ ചെയ്തത് കേട്ടോ. പിന്നെ ഇന്നിനി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് അറേബ്യൻ മന്തി കേട്ടോ. ഈ മന്തീൻ്റെ കിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കി വന്നാലോ? ഈ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെള്ളത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇതെല്ലാം വറുത്തെടുക്കുക. ഇതിലോട്ട് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് മല്ലിച്ചപ്പ്, ഒരു തക്കാളി, ഒരു വലിയ ഉള്ളിയുടെ പൊടി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു മാഗി ക്യൂബ്, ഇതെല്ലാം കൂടി നമ്മൾ അരച്ചിട്ട് പിന്നെ അതിലോട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം അരക്കുമ്പോൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കായം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ടുള്ള മസാലയാണിത്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് ബൈൻഡായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ഇരിക്കും അരച്ചിട്ട്. ലേശം അരച്ചത് മാറ്റി വെക്കണം. പിന്നെ കുരുമുളക് ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുരുമുളക് പൊടിച്ച പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചിക്കനിൽ പുരട്ടി കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. എന്നിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് തയ്യാറാക്കാം.
മന്തി റൈസ് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് റൈസ് ആഡ് ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും റൈസ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കണില്ല. എല്ലാ മസാലകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ചിക്കനിലാണ് കേട്ടോ. പിന്നെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് ചെറു തീയിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നാൽ റൈസ് ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ റൈസ് എല്ലാം ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ മസാലയിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, പിന്നെ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക്, ഉണക്കനാരങ്ങ, ഒരു ക്യാപ്സിക്കം മുളക്, ഒരു 2 സവാള, പിന്നെ 2 മാഗി ക്യൂബ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ആ മസാലയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ചോറിൻ്റെ മസാലക്കൂട്ട്. നല്ല ടേസ്റ്റാണ്. ഇതാ ഞാൻ ആ ബൗളിൽ നിന്ന് വേറൊരു ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇതിട്ടിട്ട് പിന്നെ മസാല മാറ്റി വെച്ചിട്ട് വീണ്ടും 2 ലെയറായിട്ട് ദമ്മാക്കി കൊടുക്കുക റൈസ്. ഇതെന്തിനാ വെച്ചാൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ പച്ചമുളക് ഇതിൽ അങ്ങനെ കുത്തി വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ കണലിട്ടുങ്ങാണ്ട് ആ പുകയ്ക്ക് കണലിട്ടുങ്ങാണ്ട് വെച്ച് കൊടുക്കുക. അതാണ് റൈസ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മാറ്റി വെച്ച ഫസ്റ്റ് എടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാലയും പിന്നെ അതിലോട്ട് ചില്ലി ഫ്ലക്സ് നമ്മൾ മുളക് പൊടിച്ച പൊടി ഉണ്ടല്ലോ അതും, പിന്നെ ഒരു ടൊമാറ്റോ സോസിൻ്റെ കുറച്ച് അതും കൂടി എല്ലാം കൊണ്ട് ചെറു തീയിലിട്ടുങ്ങാണ്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊരി ചിക്കൻ എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു ചിക്കൻ്റെ ആ ഒരു മന്തിയുടെ ടേസ്റ്റ് കിട്ടും. പിന്നെ എന്നോട് കമൻറ്റ് ചോദിക്കണം, ഈ മല്ലിയില കേട് വരുമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അത് റമദാൻ ഫസ്റ്റ് പ്രിപ്പറേഷന് നമ്മളെടുത്ത് വെച്ച മല്ലിയിലാണ്. ഒരു കേടും വരില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ മന്തിക്കുള്ള മസാല തയ്യാറാക്കി എടുത്തു. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പൊരി മന്തി പോലെ ഉണ്ട്. പിന്നെ എനിക്ക് മയോണൈസ്, പിന്നെ സോസുകളെല്ലാം കട്ട്ലേറ്റാണെന്ന്, സ്നാക്ക്, മുന്തിരി ജ്യൂസ്, വത്തക്ക എല്ലാം ഉണ്ട്. എല്ലാം കുറേശ്ശൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റമദാൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ അപ്പോൾ ഇന്നത്തെ പൊരി മന്തിയും പിന്നെ കരിക്കഞ്ഞിയും ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.